ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാർ പ്രത്യേക ആക്ട് കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ ആർ.വി. അശോകൻ പറയുന്നു. ആരോഗ്യ മേഖലയിലെ എല്ലാവരെയും സുരക്ഷയ്ക്ക് വിധേയമാക്കണം. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് തങ്ങളുടെ പ്രതിഷേധമെന്നും ഡോക്ടർ ആർ.വി. അശോകൻ 24നോട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ അശോകൻ അദ്ദേഹം ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. സർ, കനത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം OP ഉൾപ്പെടെ അതിനെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂർ ആ പ്രതിഷേധം നീണ്ടു നിൽക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം വെറും ഡോക്ടർമാരുടെ കാര്യം മാത്രമല്ല. ഇത് ഓരോരോ വീട്ടിലുമുള്ള നമ്മുടെ മക്കൾ പിന്നെ അവരുടെ ജോലി സ്ഥലത്തും ഉണ്ടാകേണ്ട സുരക്ഷാ രീതിയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്ത സമൂഹം ഞങ്ങളുടെ കൂടെ ഒപ്പമുണ്ട്, ഡോക്ടർമാർ മാത്രമല്ല. എന്തൊക്കെയാണ് സാർ നമ്മുടെ മറ്റു ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നീതി ഉറപ്പാക്കുക എന്നുള്ളതിനപ്പുറം പ്രധാന ആവശ്യം ഒരു കേന്ദ്ര നിയമം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ പോലും ഇപ്പോൾ നമുക്ക് നിയമമുണ്ട്. യഥാർത്ഥത്തിൽ വന്ദനാദാസിൻ്റെ മരണത്തിന് ശേഷം ഇതേപോലുള്ള ഒരു പ്രതീക്ഷമായിട്ട് മുമ്പോട്ട് പോയപ്പോഴാണ് അതിൽ കുറേ അമെൻമെൻറ്റുകൾ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ കേരളത്തിൻ്റെ നിയമം ശക്തമാണ്. അവിടെ IMA പ്രതികരിച്ചിട്ടാണ് അത് കിട്ടിയത്. രണ്ടാമത്, ആശുപത്രികൾ ഒരു സേഫ് സോൺ, ഒരു സുരക്ഷാ ഒരു മേഖലയായിട്ട് അറിയിക്കണം എന്നുള്ള ഒരു ഡിമാൻഡുണ്ട്. മൂന്നാമത്, ഈ കൊല്ലപ്പെട്ട നമ്മളുടെ ഡോക്ടർ, ജൂനിയർ ഡോക്ടർ, ആ ഡോക്ടർ 36 മണിക്കൂറിൻ്റെ ഒരു ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. 36 hours. ഇത് ഇൻഹ്യൂമണാണ്. അപ്പോൾ ടോയ്ലറ്റ്സ് ഇല്ലാതെ, ഡ്യൂട്ടിയിലെ ആവശ്യമുള്ള റൂമുകളില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഈ റെസിഡൻറ്റ് ഡോക്ടേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തുകയോ ഈ ആവശ്യങ്ങൾ നേരിട്ട് അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ സർ? കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു, ആരോഗ്യമന്ത്രി ശ്രീ നഡ്ഡാജീനെ കണ്ടിരുന്നു. വലിയ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികൾ NMC വഴി ഈ സെക്യൂരിറ്റി സ്റ്റിപ്പുലേഷൻസ് ഒക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് ആ ഓർഡർ ഇറക്കി. എന്നാലും ഈ കേന്ദ്ര നിയമത്തിൻ്റെ കാര്യത്തിൽ ഒരു ശരിയായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നാളത്തെ സ്ട്രൈക്ക് അല്ലെങ്കിൽ നാളത്തെ വിഡ്രോയൽ ആവശ്യം ഉണ്ടാകത്തില്ലായിരുന്നു. തീർച്ചയായും ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി IMA മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത്തരം ആവശ്യങ്ങൾ അത് അംഗീകരിക്കുമെന്നൊരു വിശ്വാസവും ഡോക്ടേഴ്സിനുണ്ട്. ഈ OPയെ മാത്രം ബാധിച്ചുകൊണ്ട്, അതേസമയം ആശുപത്രിയിലേക്ക് എത്തുന്ന മറ്റു രോഗികളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയോ ഒന്നും ബാധിക്കാത്ത തരത്തിലാണ് ഇവരുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ നിലവിൽ അത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ മോഹൻ കുമാറിനൊപ്പം വിനീത VG 24.